ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല അടിപൊളി രുചിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഗ്രീൻ പീസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് കുക്കർ മൂടിയതിന് ശേഷം വെയിറ്റ് ഇട്ട് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനത് ഇപ്പോൾ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതവിടെ നിന്ന് വേകുമ്പോഴത്തേനും ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് പെരുംജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമ്മൾ കറി വെക്കുന്നത് അതനുസരിച്ച് തേങ്ങയും 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം 3 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാം. കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും, പാലപ്പവും ഇടിയപ്പവും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ചേരുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ്, അതുപോലെ തന്നെ വലിയൊരു ഉരുളൻകിഴങ്ങ്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ അതങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ നല്ലപോലെ. അപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരുവിധം വേവായതിനു ശേഷം ഒരു തക്കാളി പഴുത്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗ്രീൻ പീസ് നല്ലപോലെ വെന്തിട്ടുണ്ട്, ഒത്തിരി വെന്ത് ഉടഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അരപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കി ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളയ്ക്കണം ഇത്. അപ്പോൾ ഇടയ്ക്ക് ഞാനിത് അടച്ച് വെച്ചതും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ എങ്ങനെയോ അതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതതിന് കൈ തട്ടി എങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഈ മൊബൈലിൽ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവായി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചു. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് കറി. അപ്പോൾ അച്ചമണമെല്ലാം മാറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.